വിശുദ്ധ പാദ്രിപ്പിയോയുടെ മുൻ അസിസ്റ്റന്റും സെക്രട്ടറിയുമായിരുന്ന ഫാദർ ജോൺ ഔറീലിയ OFM ക്യാപ്പ് അന്തരിച്ചു. വിശുദ്ധനെക്കുറിച്ച് ഫാദർ ഔറീലിയ നൽകിയ അഭിമുഖം ലോക ശ്രദ്ധ നേടിയതായിരുന്നു. വിശുദ്ധ പാദ്രിപ്പിയോയുടെ മുൻ അസിസ്റ്റന്റും സെക്രട്ടറിയുമായിരുന്ന ഫാദർ ജോൺ ഔറീലിയ OFM ക്യാപ്പ് ജനുവരി 13 അന്തരിച്ചു. 86 വയസ്സുണ്ടായിരുന്ന ഫാദർ ജോൺ ഔറീലിയ വിൽമിംഗ്ടണിൽ വെച്ചാണ് ഇഹലോകവാസം വെടിഞ്ഞത്. ഫാദർ ഔറീലിയയ്ക്ക് വിശുദ്ധനുമായുള്ള അടുത്ത ബന്ധത്താലും കഴിഞ്ഞ സെപ്റ്റംബറിൽ സംപ്രേഷണം ചെയ്ത റെക്കോർഡ് ബ്രേക്കിംഗ് അഭിമുഖത്തിലൂടെയുമാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായത്. വിൽമിംഗ്ടൺ രൂപതയുടെ ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നിർമ്മിച്ച യൂട്യൂബ് പോഡ്കാസ്റ്റായ കാത്തലിക് ഫോറത്തിലൂടെയാണ് അദ്ദേഹം അവസാനമായി ലോകത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. സെപ്റ്റംബർ 24 സംപ്രേഷണം ചെയ്ത പ്രോഗ്രാം ഏകദേശം 3 ലക്ഷം ആളുകൾ കണ്ടതായും ഇത് രൂപതയുടെ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് വീഡിയോയായി മാറിയതായും അധികൃതർ അറിയിച്ചു. വിശുദ്ധ പാദ്രിപ്പിയോയുടെ മരണത്തിന് 1 വർഷം മുൻപ് 1967 ഇറ്റലിയിലെ സാൻ ജിയോവനി റൊട്ടോണ്ടോയിൽ വിശുദ്ധനോടൊപ്പം ഫാദർ ഔറീലിയ പ്രവർത്തിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സംഭാഷണങ്ങൾക്കിടയിലും പൊതുധ്യാനങ്ങളിലും വിശുദ്ധ പാദ്രിപ്പിയോയുടെ എളിമയെയും ജപമാലയോടുള്ള ഭക്തിയെയും കുറിച്ചുള്ള നേരിട്ടുള്ള വിവരണങ്ങൾ ഫാദർ ഔറീലിയ പങ്കുവച്ചിരുന്നു. മനുഷ്യചിന്തകളെയും വികാരങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയുൾപ്പെടെയുള്ള വിശുദ്ധന്റെ അസാധാരണമായ നിഗൂഢ ദാനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. വിശുദ്ധ പാദ്രിപ്പിയോയെക്കുറിച്ചുള്ള മാനുഷിക വീക്ഷണം ഫാദർ ഔറീലിയയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്യുന്നതായി രൂപത കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബോബ് ക്രെബ്സ് പറഞ്ഞു. OSV ബുക്സ് പ്രസിദ്ധീകരിച്ച ഡിയറസ്റ്റ് സോൾ എ സ്പിരിച്വൽ ജേർണി വിത്ത് പാദ്രിപ്പിയോ എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജനുവരി 20 ഫാദർ ഔറീലിയയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.